ഹായ് ഡിയേഴ്സ്, ഐ ആം രഞ്ജിത അനിൽ ഫ്രം വൈരം ഡിസൈൻസ് ബൈ വി ആർ സ്റ്റാർസ്. അപ്പം ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതെന്ന് വെച്ചാലേ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ എൻക്വയറിയാണ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ സാധാരണ നോർമലി ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നേരത്തെ എക്സൽ ആയിരുന്നു, ഫസ്റ്റ് എനിക്ക് എൽ ആയിരുന്നു, പിന്നെ ഞാൻ ഇപ്പോൾ വീണ്ടും എല്ലിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എൽ സൈസ് ഞാൻ പറയാം. എൽ സൈസിന് ചെസ്റ്റ് നമുക്ക് പക്ക 40 ഇഞ്ച് ഉണ്ടാവണം. അതുപോലെ തന്നെ ഹിപ്പ് നമുക്ക് അതിൻ്റെ 2 ഇഞ്ച് കമ്മായിരിക്കും, അതായത് ഈ 38 ഇഞ്ച് ആയിരിക്കും. അതുപോലെ തന്നെ വേസ്റ്റ് 2 ഇഞ്ച് കമ്മായിരിക്കും, 38 ഇഞ്ച് ആയിരിക്കും. ഹിപ്പ് വരുന്നത് നമ്മുടെ ചെസ്റ്റിനേക്കാൾ 4 ഇഞ്ച് വലുതായിരിക്കും നമുക്ക് ഹിപ്പ് വരുന്നത്, അതായത് 44 ആയിരിക്കും ഹിപ്പ് വരുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. കാരണം എന്താ വെച്ചാൽ റെഡിമെയ്ഡിൽ നമ്മൾ ഏത് പ്രോഡക്റ്റ് ചെയ്താലും, റെഡിമെയ്ഡ് എനിക്ക് സ്വതവേ ഇഷ്ടമല്ല. മീൻസ് എനിക്ക് നമ്മുടെ മാർക്കറ്റിലെ സ്റ്റിച്ചിങ് പോലും എറണാകുളം മാർക്കറ്റിലെ സ്റ്റിച്ചിങ് പോലും എനിക്ക് ഇഷ്ടമല്ല. സൈസ് വേരിയേഷൻസ് ആണ്, പ്രൈസ് വേരിയേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള കാരണം. അതായത് നമ്മളൊരു 399 രൂപ അല്ലെങ്കിൽ ഒരു 499 രൂപ ഒരു കുർത്തി വാങ്ങിക്കുമ്പം ലെങ്ത് ബേസ് ആൻഡ് മെഷർമെൻറ്റ് ബേസ് എല്ലാം നമ്മൾ നോക്കും. അതായത് നമുക്ക് ഈ യൂണിറ്റുകാരുടെയോ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ ഒക്കെ അവരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ ഫാബ്രിക് എത്രമാത്രം അവർക്ക് ചുരുക്കാമോ അത്രയും ഫാബ്രിക് ചുരുക്കുന്നതനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് ആണ്. കാരണം നമ്മൾ ഒരു മെഷർമെൻറ്റ് ചാർട്ട് ചെയ്യുമ്പം ഇപ്പം നമുക്ക് സപ്പോസ് എനിക്ക് ഇന്നലെ ശ്വാസത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി 3-4 മണി വരെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനകത്തായിരുന്നു. ശ്വാസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മേ ബി ചിലപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ എഫക്റ്റ് ആവും, സദയം ക്ഷമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കുർത്തീൻ്റെ മെഷർമെൻറ്റ്, അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കാണാനും ആ ഒരു കാണാനുള്ളൊരു ലുക്കിനും അതുപോലെ തന്നെ നമ്മൾ ആ ഫാബ്രിക്കിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ഫാബ്രിക്ക് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിന് ചെയ്യുന്ന മെഷർമെൻറ്റ് ചാർട്ടിനനുസരിച്ചാണ് പ്രോഫിറ്റ്, അതായത് നമ്മുടെ ഈ കുർത്തീൻ്റെ റേറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നത്. അപ്പം ഞാൻ ആക്ച്വലി അങ്ങനെ ചെയ്യത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. റെഡിമെയ്ഡിൽ പോലെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഞാൻ വർക്ക് തന്നെ നിർത്തി വെച്ചിരിക്കുക. കാരണം എനിക്ക് ആ മെഷർമെൻറ്റ് ചാർട്ട് സെറ്റ് ആവാത്തത് കൊണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് എൻ്റെ കറക്റ്റ് ചാർട്ടിൽ കയറ്റിയാൽ മാത്രമേ ഞാൻ അത് ഇറക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെ റെഡിമെയ്ഡ് ഐറ്റംസ് തന്നെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓൺ പ്രൊഡക്ഷൻ ഐറ്റംസ് കയറി തുടങ്ങും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് ആക്ച്വലി ഒരു മാർക്കറ്റ് കുർത്തിയാണ് കേട്ടോ. ഇതാണ് മാർക്കറ്റിൻ്റെ എക്സൽ സൈസിൻ്റെ കുർത്തി. ഈ എക്സൽ സൈസിൻ്റെ കുർത്തി എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സൽ എന്ന് പറഞ്ഞാൽ 42 ഇഞ്ചിലെ നമുക്ക് ചെസ്റ്റ് പക്കയായിട്ട് 42 വേണം. എക്സൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ആവറേജ് ഒരു ആൾ വെയർ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ഇച്ചിരി വണ്ണമുള്ള ആളായിരിക്കും എക്സൽ സൈസ്. അപ്പം ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയും, എക്സൽ അന്ന് പെർഫെക്റ്റ് ആയിരുന്നു, ഇപ്പം ഒട്ടും കൊള്ളത്തില്ല, കാരണം ഭയങ്കര ടൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അവർ ആ അതായത് ഈ ഫാബ്രിക്കിനെ ലാഭിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഷേപ്പ് അങ്ങനെ കാണിച്ച് ഇവിടെ അങ്ങനെ കുറച്ച് താഴത്തെ ആ ഹിപ്പൊക്കെ ഇടുമ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഇട്ട് കഴിയുമ്പം നമ്മൾ വാങ്ങിക്കുന്ന കസ്റ്റമർക്ക്, വിൽക്കുന്നവൻ അവർ ലാഭമാണ്. വിൽക്കുന്നവൻ എപ്പോഴും എന്താ നോക്കുന്നതെന്ന് അറിയാമോ? അവൻ്റെ ലാഭം മാത്രമേ കച്ചവടം ചെയ്യുന്നവൻ നോക്കുകയുള്ളൂ. പക്ഷെ വാങ്ങിക്കുന്ന നമ്മൾക്ക് അതെപ്പോഴും ലോസാണ്. നമ്മൾ ഈ റേഞ്ച് ബേസിലുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. അതായത് നമുക്ക് 10 രൂപ കൂടിയാലും നമുക്കത് ഉപയോഗിക്കണം. 10 രൂപ കൂടട്ടെ, പക്ഷെ നമുക്കത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഈ സൈസിൻ്റെ ഡിഫറൻസ്, അപ്പോൾ ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്. നമ്മുടെ ഷോപ്പിൽ വന്നിട്ടാണെങ്കിൽ ആക്ച്വലി എക്സലാണ്, നമുക്ക് വേറെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് എക്സൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ വേറെ ചെയ്ത് നോക്കി നമുക്ക് ഷേപ്പ് ചെയ്യുകയോ ടൈറ്റ് ചെയ്യുകയോ ലൂസ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെഡിമെയ്ഡ് ഐറ്റംസ് എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്തതാണ്. അപ്പം റെഡിമെയ്ഡ് ഞാൻ പറഞ്ഞ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ. അതേസമയം എൻ്റെ എക്സലാണ്, അത് എൻ്റെ മെഷർമെൻറ്റ് ഇതാണ് എൻ്റെ എക്സൽ കണ്ടോ. ഇതും തമ്മിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇത് എൻ്റെ എക്സൽ സൈസിൽ എൻ്റെ ചാർട്ടിലുള്ള ഒരു കുർത്തിയാണ്. ഇനി നിങ്ങൾക്കത് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഷേപ്പ് ആഡ് ചെയ്യാം. ബാക്കിൽ നമ്മൾ ടക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ചെസ്റ്റ് കറക്റ്റായിട്ടും ആ ഒരു 42 ഉണ്ടാവും. അതുപോലെ തന്നെ നെക്ക് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു വൈഡ് നെക്ക് ഉണ്ടാവും. ആ ലെങ്ത് ബേസ് കറക്റ്റ് ആയിരിക്കും. താഴത്തെ ആ ഫ്ലെയർ നോക്കിയേ കണ്ടോ. ഇതാണ് എൻ്റെ പ്രോഡക്റ്റും ഈ പറയുന്ന മാർക്കറ്റിലെ റെഡിമെയ്ഡ് കുർത്തിയും തമ്മിലുള്ള ഡിഫറൻസ്. അതിൻ്റെ ആണെങ്കിൽ ഷോൾഡർ നോക്കിയേ കണ്ടോ. എക്സലിൻ്റെ ഷോൾഡറിൻ്റെ വലുപ്പം കണ്ടോ, അതേസമയം ഞങ്ങളുടെ എക്സലിൻ്റെ ഷോൾഡറിൻ്റെ വലുപ്പം കണ്ടോ. ഇതാണ് ആ ഒരു ഡിഫറൻസ്. ഇതിൻ്റെ നെക്ക് ഇട്ടാലും നമുക്ക് ചെറുതായിരിക്കും, ഇടുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫാബ്രിക്കിൻ്റെ ആ ഒരു കൺസെപ്ഷൻ മാത്രം നോക്കുന്നു. പിന്നെ എക്സ്പെഷ്യലി നമ്മൾ മറ്റുള്ള യൂണിറ്റുകാരെ ഏൽപ്പിക്കുമ്പം അവരും അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പഠിപ്പിച്ച് വെക്കുന്ന പാഠമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാത്തുള്ളൂ. കാരണം അവർ വിചാരിക്കും ഞങ്ങൾ വലിയ സ്റ്റിച്ചേഴ്സ് ആണ്, ഞങ്ങൾക്കില്ല അറിയാമെന്നുള്ള രീതിയിൽ അവരൊരു ചാർട്ട് അങ്ങ് സെറ്റ് ചെയ്യും. ആ ചാർട്ട് തന്നെയാണ് എല്ലായിടത്തും കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ ഇപ്പം മാറി തുടങ്ങിയിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള ചാർട്ടൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചൊരു ബുട്ടിക് സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഓൺലൈൻ പ്രോഡക്റ്റ്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ഷോപ്പിൻ്റെ ബിഹൈൻഡിൽ ഞാനിങ്ങനെ ഒരു ചെറിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ആദ്യം ഒരു പുറത്തുനിന്ന് വന്ന് മാസ്റ്റർ ആയതുകൊണ്ട് അവരുടെ മെഷർമെൻറ്റിൽ തന്നെ പിടിച്ചു നിൽക്കും. അപ്പം ഞാനെല്ലാം ചേഞ്ച് ചെയ്ത് എൻ്റെ മെഷർമെൻറ്റിലേക്ക് കൊണ്ടുവന്ന് ഓരോ പ്രാവശ്യവും അഴിച്ച് അതിനെ ചെയ്യിപ്പിച്ച് ലാസ്റ്റിൽ പക്കയാക്കി സെറ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പ്രൈസ് വേരിയേഷൻ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഒരിക്കലും നമ്മൾ 500 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന് 1000 രൂപയുടെ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യുകയേ ചെയ്യരുത്. ജനങ്ങളുടെ അറിവില്ലായ്മ ബിസിനസ്സുകാരുടെ സക്സസ് എന്ന് പറയുന്നത് പോലെ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയില്ല, അത് പറഞ്ഞു തരാൻ ആരുമില്ല. പിന്നെ ആൾക്കാരെന്താണ് കുറഞ്ഞ റേറ്റ് എന്ന് പറയുമ്പോൾ ഓസിഡ് കിട്ടിയാൽ ആസിഡും കുടിക്കുന്നവനാണ് മലയാളി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് ഈ കാലിക്കറ്റ് ലീഡയ്ക്ക് 1 രൂപയുടെ ഷൂവിന് കിടന്ന് ബഹളം വെച്ചത് ഓർമ്മയില്ലേ? 1 രൂപയുടെ ഷൂ ആരാണ് ഫ്രീ കൊടുക്കുന്നത്? അത് കണ്ടിട്ട് ഈ 1 രൂപയും കൊണ്ട് പർച്ചേസ് ചെയ്യാൻ ചെന്നിട്ടുള്ള ജനങ്ങൾക്കിട്ട് കൊടുത്താൽ പോരായോ? 1 രൂപയ്ക്ക് ഷൂ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് അടി കൂട്ടി ബഹളം വെച്ച് പിരിഞ്ഞു പോയി. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് നമ്മുടെ നൈറ്റി മെറ്റീരിയൽസുമാണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നലെ അതിന് ഭയങ്കര ഹ്യൂജ് ഡിമാൻഡായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ 230 പ്രിൻ്റാണ്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അത് മനസ്സിലാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 230 ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഇതിൻ്റെ 2 സൈഡിലാണ് ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരും കേട്ടോ. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ്, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്ലാക്ക് ഷെയ്ഡ്. നോർക്കണം ഇതെല്ലാം. സെക്കൻഡ് ഇങ്ങനെ നോർത്ത് കാണിക്കാം. സെക്കൻഡ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് അല്ല, ഡാർക്ക് നേവി ബ്ലൂ ടോണാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ ആ ഒരു മെറൂൺ ഷെയ്ഡ്. ഇതെല്ലാം ആ ഒരു ഇതിൽ തന്നെ വരുന്ന സംഭവമാണ്. പ്രിന്റ് മാത്രം മാറുന്നു എന്ന് മാത്രം. ഭംഗിയായിട്ടുള്ള ഈ ഒരു ഡാർക്ക് മെറൂൺ വൈൻ ഷെയ്ഡ്. ഇനി അടുത്തത് വരുന്നത് വേറൊരു പ്രിൻ്റാണ്. അപ്പോൾ പ്രിന്റ് ഫസ്റ്റ് ഞാൻ കംപ്ലീറ്റ്ലി ഒരെണ്ണം നന്നായിട്ട് കാണിച്ചു തരാം. ഈ ഒരു കൈൻഡ് ഓഫ് പ്രിൻ്റാണ് കേട്ടോ. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമായിരിക്കും വരുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ്. അതിൻ്റെ തന്നെ ഫസ്റ്റ് നമ്മുടെ ആ ഒരു റെഡ്, സെക്കൻഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ, നല്ല ഡാർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഡാർക്ക് നേവി ബ്ലൂ. അടുത്തത് വരുന്നത് നമ്മുടെ ആ ഒരു വൈന് കണ്ടോ, ഒരു ഡാർക്ക് വൈനാണ് അടുത്തത് വരുന്നത്. അടുത്തത് വരുന്നതും സെയിം ആണ്. ഇത് നല്ല രസമാണ് കേട്ടോ. ഇത് നല്ല മൊത്തത്തിലുള്ള സ്ട്രൈപ്പ് ലൈൻസ് ആണ് കംപ്ലീറ്റ്ലി വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലാക്ക്. ഇത് അല്ല ബ്ലാക്ക് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രൈപ്പ് ലൈൻസിൽ വരുന്ന ബ്ലാക്ക് ആണ് ഫസ്റ്റ് വൺ വരുന്നത്. സെക്കൻഡ് വരുന്നത് ആ ഒരു വൈൻ കളറ്, ഭംഗിയായിട്ടുള്ള ഈ ഒരു വൈൻ കളറ്. ആൻഡ് തേർഡ് വൺ വരുന്നത് നമ്മുടെ എന്താണ് റെഡ്, ചില്ലി റെഡ് ടോൺ. ചില്ലി റെഡ് അല്ല, ഒരു ടൊമാറ്റോ റെഡിഷ് ഭംഗിയുള്ള കളർ ചാർട്ട്. അടുത്തത് വരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിൻ്റാണ്. ബാന്തിനി മാതിരിയൊക്കെ ഉള്ള ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഒരു പ്രിൻ്റാണ്. ഇത് ഫുള്ളി ഓൾ ഓവർ ദ ബോഡി കംപ്ലീറ്റ്ലി ആ ഒരു പ്രിൻ്റാണ് വരുന്നത്. അത് പറഞ്ഞ ഉണക്ക് ഒരെണ്ണം ഞാൻ നിവർക്കാം. ഇങ്ങനെ വരും മെറ്റീരിയലിൻ്റെ ആ ഒരു ലുക്ക്, ഇങ്ങനെ വരും. ഫസ്റ്റ് വൺ ഈ ഒരു മെറൂൺ കളറ്, സെക്കൻഡ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ്, ഭംഗിയായിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നല്ല വൈൻ കളർ, വാടാമല്ലി കളറാണ് കേട്ടോ. നല്ല കളറാണ് ഇത്, വാടാമല്ലി പൂവിൻ്റെ നല്ല പർപ്പിൾ വൈൻ കളറാണ്. നല്ലൊരു ഭംഗിയുള്ള കളർ. അടുത്തൊരു പ്രിൻറ്റ് നിറയെ കംപ്ലീറ്റ്ലി ബോഡിയിൽ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. ഓൾ ഓവർ ദ ബോഡിയിൽ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, ഭംഗിയായിട്ടുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ്, നല്ല പ്രിൻറ്റ്, നല്ല സ്മോൾ പ്രിൻറ്റ്സ് ആണ് കേട്ടോ, സൈലൻറ്റ് സ്മോൾ പ്രിൻറ്റ്സ്. അതും ആ ഒരു ബേസിക് ഷെയ്ഡിൽ കംപ്ലീറ്റ്ലി ആ ഒരു ചിക്കു കളറിലെ ഫ്ലോറലാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ആ ഒരു ഡാർക്ക് മെറൂൺ കളർ, കോഫി മെറൂൺ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് വരുന്നത് നല്ല മസ്റ്റാർഡ് യെല്ലോ ടോൺ, ഭംഗിയുള്ളൊരു മസ്റ്റാർഡ് യെല്ലോ ടോണാണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് വെറും 230 രൂപ. 230 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഏതെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക.
നെക്സ്റ്റ് നല്ല കോട്ടൺ നൈറ്റീസ് ആണ്, നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ മാനസി കട്ടിൽ വരുന്ന നൈറ്റീസ് ആണ്. അതുപോലെ 6 ഇഞ്ചിന്റെ സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മാനസി കട്ട് നൈറ്റിയാണ്, ഒറ്റ സൈസാണ്. എല്ലുകാർക്ക് ഉപയോഗിക്കാം, എക്സലുകാർക്ക് ഉപയോഗിക്കാം, ഡബിൾ എക്സൽ വരെ ഉപയോഗിക്കാം, 3XL ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു രാമ ഗ്രീൻ ടോണ്. അതുപോലെ തന്നെ ഈ ഒരു നൈറ്റീൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് അല്ല, പ്രൈസ് എന്ന് പറയുന്നത് 330 രൂപ, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആണ്. സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ കളർ, ഭംഗിയായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ കളറ്. അടുത്തത് വരുന്നത് അതിമനോഹരമായിട്ടുള്ള റെഡ്. നല്ല ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു നൈറ്റിയാണ് കേട്ടോ. റെഡ്, എഗെയിൻ നല്ലൊരു ബ്രൗൺ കളറ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ കളർ. അടുത്തത് ഇതാ ഒരു ബിസ്ക്കറ്റ് കളറാണ് കേട്ടോ, നല്ലൊരു ബിസ്ക്കറ്റ് കളറ്, നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ഒന്ന് നോക്കണം കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ്. അടുത്തത് അതിൻ്റെ തന്നെ ഇതാ ബ്ലാക്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് 330 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റ്. അടുത്തത് നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ടോണാണ്. അതിൻ്റെ പ്രിൻറ്റ് നോക്കുക, നല്ല ഡാർക്ക് ഒരു ഒലിവ് ഗ്രീൻ ടോണാണ്. 330 രൂപയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല കോട്ടണിൽ നല്ല മെറ്റീരിയലാണ്. മാനസി കട്ട് നൈറ്റീസ് ആണ്. ബാക്കിൽ ഇതുപോലെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, മാനസി കട്ട് നൈറ്റി ആണ് കേട്ടോ. അടുത്തത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ, ഭംഗിയായിട്ടുള്ളൊരു നേവി ബ്ലൂ പ്രിൻ്റ് ഒന്ന് നോക്കണം കേട്ടോ. അടുത്തത് വരുന്നത് റെഡ്, ഭംഗിയായിട്ടുള്ള ഒരു റെഡ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ്. അടുത്തത് അതിൻ്റെ തന്നെ ടീൽ ബ്ലൂ ടോൺ, സൂപ്പർ ആയിട്ടുള്ളൊരു ടീൽ ബ്ലൂ ടോൺ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ടോൺ. കോഫി ബ്രൗൺ അല്ല, ഒരു മെറൂണിഷ്, നല്ല രസമുണ്ട്, നല്ല നൈറ്റി, നല്ല നല്ല കോട്ടൺ, നല്ല ഫീലായിട്ടുള്ള നല്ല കോട്ടൺ നൈറ്റീസാണ് കേട്ടോ. അടുത്തത് കാണാം. അടുത്തത് വരുന്നതാ ഒരു 10 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഇത് വരുന്നത് 349 രൂപ, ഒരു 10, മറ്റേത് നമ്മുടെ 330 രൂപ, 10 അല്ല 20 രൂപ ഡിഫറൻസ് ഉണ്ട്. ഇത് വരുന്നത് 349 രൂപയാണ്. കാരണം അത് അതുപോലെ ഭംഗിയുള്ള ഇച്ചിരി കൂടി കൂടിയ മെറ്റീരിയൽ നല്ല രീതിയിൽ ചെയ്ത് നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് ഇതൊരു ഇങ്ങനൊരു ഇതൊക്കെ പോയിട്ട് നല്ലൊരു മാനസിക നൈറ്റ് തന്നെയാണ്. ബാക്കിലും ഇതാണ്. പക്ഷേ ഈ ഒരു പ്രിൻറ്റിന് 20 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, 349 രൂപ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു റെഡ് കളറ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ടോൺ, നല്ല ഫ്ലോറലാണ് കേട്ടോ, നല്ല ഫ്ലോറലും നല്ല അടിപൊളി കോട്ടനുമാണ്. സെക്കൻഡ് വൺ മസ്റ്റാർഡ് യെല്ലോ. തേർഡ് വൺ വരുന്നത് ടീൽ ബ്ലൂ, ഭംഗിയായിട്ടുള്ള ടീൽ ബ്ലൂ ഷെയ്ഡ്. അടുത്തത് വരുന്നത് നല്ല മെറൂണിഷ് റെഡ്. നേരത്തെ കാണിച്ചത് നല്ലൊരു മജന്തയായിരുന്നു ഫസ്റ്റ് കാണിച്ചത്, ഇത് ഒരു മെറൂൺ കളറാണ് കേട്ടോ, മാറിപ്പോയത്. ഫസ്റ്റ് കാണിച്ചത് ഒരു മജന്ത കളറ്, ഇതൊരു മെറൂൺ കളറ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ വയലറ്റ്, ഭംഗിയായിട്ടുള്ള വയലറ്റ് ഷെയ്ഡ്. 349 രൂപ, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്യുക. ഇനി നമുക്ക് സ്ട്രേറ്റ് കട്ട്, അതായത് ചുരിദാർ കട്ടും കൂടി നിങ്ങൾക്ക് കാണണ്ടേ, അപ്പോൾ ചുരിദാർ കട്ട് നൈറ്റിയും കൂടെ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തത് നമ്മുടെ നൈറ്റി കട്ടാണ്. ഒരു സൈസിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഡബിൾ എക്സൽ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. എക്സലുകാർക്കും യൂസ് ചെയ്യാം, എല്ലുകാർക്കും ഒന്ന് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. നല്ല ലെങ്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹാഫ് സ്ലീവ് ആണ്. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ബട്ടൺ നോച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല നല്ല നൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പം 330 രൂപ, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാണി പിങ്ക് ടോൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ ടോൺ ആണ് കേട്ടോ, ഭംഗിയായിട്ടുള്ളൊരു സഫയർ ഗ്രീൻ ടോണാണ്. അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ടോൺ, ഭംഗിയായിട്ടുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ടോണ്. അടുത്തത് വരുന്നത് നമ്മുടെ ടീൽ ബ്ലൂ ടോണാണ്. ടീൽ ബ്ലൂ ആണോ, ഒരു 2 നേവി ബ്ലൂ ഉണ്ട്, ഡാർക്ക് നേവി ബ്ലൂ ഉണ്ട്, അതിൻ്റെ കുറച്ചുകൂടി ലൈറ്റ് നേവി ബ്ലൂ ഉണ്ട്. ടീൽ ബ്ലൂ അല്ല, അതിൻ്റെ ഒരു ലൈറ്റ് നേവി ബ്ലൂ ആണിത്. അടുത്തത് വരുന്നത് നമ്മുടെ ഡാർക്ക് നേവി ബ്ലൂ, നല്ല ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ കണ്ടോ, നല്ല ഡാർക്ക് നേവി ബ്ലൂ. അടുത്തത് വരുന്നത് വൈനാണ്, പർപ്പിൾ വൈൻ കളറ്. അടുത്തത് നല്ലൊരു ഒനിയൻ പിങ്ക് ടോണാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒനിയൻ പിങ്ക് ടോൺ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ല ഹൈറ്റും ഒക്കെയുള്ള ആൾക്കാർക്ക് നന്ന പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ടോണാണ്,
ഡാർക്ക് നേവി ബ്ലൂ ആണ്. പ്രിൻ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത് അതിൻ്റെ തന്നെ ആ ഒരു ഓണിയൻ പിങ്കിൽ ഈ ഒരു പ്രിൻ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ തന്നെ കളർ വേരിയേഷൻ ഓണിയൻ പിങ്ക് ആൻഡ് സിമൻറ്റ് ഗ്രീൻ ടോൺ. സെയിം പ്രിൻറ്റിൽ തന്നെ സിമൻറ്റ് ഗ്രീൻ ടോൺ. നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ഓണിയൻ പിങ്ക് ടോൺ. സെയിം പ്രിൻറ്റിൽ തന്നെ ഓണിയൻ പിങ്ക് ടോൺ. ആൻഡ് അടുത്തത് വരുന്നത് ചിക്കു, നല്ല സ്കിൻ ടോണാണ് കേട്ടോ. ചിക്കു ടോൺ നല്ല പ്യോർ കോട്ടണിൽ വരുന്ന അടിപൊളി കളക്ഷൻസ്. അടുത്തത് വരുന്നത് രാമ ഗ്രീൻ ടോൺ. സെയിം പ്രിൻ്റാണ്, പ്രിൻറ്റിൻ്റെ കളേഴ്സാണ് വേരിയേഷൻസ് വരുന്നത്. രാമ ഗ്രീൻ ടോൺ. അടുത്തത് നമ്മുടെ ആദ്യം കാണിച്ച ഫ്ലോറൽ പ്രിൻറ്റിൽ ഒരു 2 പ്രിൻറ്റ് കളേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. പ്രിൻറ്റ് നോക്കിയാൽ മതി. ഒരു മെറൂണിഷ് ബ്രൗൺ കളർ, ആക്ച്വലി കോഫിയും മെറൂണും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് കളറല്ലേ. ആ കളറ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് റെഡ്, ഭംഗിയായിട്ടുള്ള റെഡ് കളർ. ഇത്രയുമാണ് നൈറ്റി കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. നമുക്ക് 2 വീഡിയോയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനുണ്ട് അല്ലേ, ഒന്ന് സെലക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൺഡേയിലെ വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് മറ്റൊരു ചാനലുകാരും തരാത്ത ചാൻസസ് ആണ് ഞങ്ങൾ തരുന്നത് കമൻറ്റേഴ്സിൽ നിന്ന് ഡെയിലി. അതും നല്ല അടിപൊളി കോട്ട് സെറ്റ്, ടോപ്പ് ബോട്ടും ദുപ്പട്ടയില്ല, ടോപ്പും ബോട്ടും ആയിട്ടുള്ള അടിപൊളി കോട്ട് സെറ്റാണ് നമ്മൾ റംസാൻ സമ്മാനമായിട്ട് ഈ ഒരു റംസാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. ഇതാണ് മൺഡേയിലെ വിന്നർ. ആരാന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ആരാണ്? ദീപ ഷാജിയാണ് മൺഡേയിലെ വിന്നർ. ഇന്ന് കാണിച്ച എല്ലാ കളക്ഷൻസ് സൂപ്പർ, പക്ഷെ വാങ്ങാൻ സാധിക്കില്ല എന്ന സങ്കടം മാത്രം. ഈ കളക്ഷൻസ് വാങ്ങാൻ പറ്റുന്നവർ ഭാഗ്യം ചെയ്തവരാണ്. അത്ര നല്ല കളക്ഷൻസ്. എന്തായാലും ആ ഒരു സങ്കടം ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ചത്തെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ചത്തെ വീഡിയോയുടെ വിന്നർ, ഈ ഒരു വീഡിയോയുടെ വിന്നറെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം സ്കൂട്ടിയും ആരെയാണ് ആ ഒരു ഭാഗ്യം കടാശിക്കുന്നതെന്ന് എനിക്കറിയില്ല. സ്കൂട്ടി ആരെയാണ് തേടി വരാൻ പോകുന്നത്. അതിൽ വാക്കിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇന്നലെ എന്നെ തിരക്കി ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആരെയും കാണാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ആരാണ് അടുത്തൊരു വിന്നർ നോക്കട്ടെ. നല്ല വലിയൊരു കമൻറ്റ് ഇട്ടിരിക്കുന്ന വിന്നർ ആരാന്ന് നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ ആരാണ്? ജാ ബേബി. എനിക്ക് വായിക്കാൻ പോയി, എനിക്ക് നല്ല സ്ട്രെയിനാണ്. ജാ ബേബി 3587 എന്നാണ് കിടക്കുന്നത്. കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിവേ അതവിടെ കഴിഞ്ഞാൽ വായിക്കുന്നില്ല, എനിക്ക് സംസാരിക്കാനേ വയ്യ. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2 വിന്നേഴ്സിനും വളരെയധികം കൺഗ്രാജുലേഷൻ ഫോർ ദിസ് മന്ത്. ആണ് മോളെ ജാ ബേബി എന്ന് പറയുന്ന ആളിനോട് സ്പെഷ്യലി താങ്ക്സ്. കാരണം ഒരുപാട് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.